ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. CPO, WCPO, അതേപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്കുള്ള നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഭാരതീയ ന്യായ സംഹിതയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള നമ്മുടെ എപ്പോഴാണ് നിലവിൽ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് പഠിച്ച് തുടങ്ങാം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒന്നാമത്തെ സെക്ഷനാണ് സെക്ഷൻ 2(3). അത് എന്താണ്? കുട്ടിയാണ്, ചൈൽഡ്. അപ്പോൾ സെക്ഷൻ 2(3) എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത്? കുട്ടി അല്ലെങ്കിൽ ചൈൽഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2(3) പറയുന്നത് എന്താണ്? കുട്ടിയാണ്. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ചാടിക്കേറി 16 വയസ്സിന് താഴെ പറഞ്ഞു കളയരുത്. കാരണം നമുക്ക് 16 വയസ്സിന് താഴെയുള്ളത് പഠിക്കാൻ ഉണ്ട്. പോക്സോയിലൊക്കെ ചെല്ലുമ്പോൾ അത് നമുക്ക് അവിടെ പഠിക്കാം. ഇവിടെ നമ്മൾ എന്തിനാണ് നമ്മുടെ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്നാണ് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ സെക്ഷൻ 2(3) എന്ന് പറയുമ്പോൾ കുട്ടിയാണ്. കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും, 16 വയസ്സ് നമുക്ക് വേണ്ട, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും എന്താണ്? കുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് പോവും. എൻ്റെ തൊണ്ട പറ്റിയാൽ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ് പോവും. അപ്പോൾ സെക്ഷൻ 2(3) പറയുന്നത് കുട്ടിയാണ്. കുട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയുമാണ് കുട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 2(3) പറയുന്നത് കുട്ടി എന്നാണ്. കുട്ടി എന്ന് പറയുമ്പോൾ 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓവർ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം, വായിച്ചവർക്കറിയാം എന്താണ്, കുറച്ചും കൂടി വലിയ ടോപ്പിക്കാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറ്റുന്നത് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പോവാം. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2(4). സെക്ഷൻ 2(4) പറയുന്നത് എന്താണ്? വ്യാജനാണ്. വ്യാജനം എന്ന് പറയുമ്പോൾ എന്താണ് വ്യാജനം എന്ന് പറയുമ്പോൾ? ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുക എന്ന ഉദ്ദേശത്തോടെയോ അതുവഴി വഞ്ചന നടത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയെയും എന്തെന്ന് വിളിക്കാം? വ്യാജനെന്ന് വിളിക്കാം. ഉദാഹരണം, നമ്മൾ സെൻറ്റർ ഫ്രഷ് മുട്ടായി വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ സെൻറ്റർ ഫ്രഷ് എന്ന് പറഞ്ഞ മുട്ടായി സെൻറ്റർ ഫ്രൂട്ട് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരു വ്യാജനാണ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ കിൻഡർ ജോയ് അറിയാലോ, കിൻഡർ ജോയ്. അപ്പോൾ കിൻഡർ ജോയുടെ പല ടൈപ്പുകൾ, വേറെ ടൈപ്പുകൾ, അതേ പേരിൽ കിൻഡർ ജോയ്ക്ക് എന്തോന്ന് അങ്ങനെ അറിയാമല്ലോ, ആ ഒരു സംഭവമാണ് പറയുന്നത്. ഞാൻ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതെന്നാണ്. അപ്പോൾ വ്യാജൻ സെക്ഷൻ 2(4) പറയുന്നത് വ്യാജനാണ്. അപ്പോൾ വ്യാജനം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവുമായി സാമ്യപ്പെടുത്തുകയും ആ ഒരു സാമ്യം ഉപയോഗിച്ച് അതാണ് ഇതെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരാളെ വഞ്ചന നടത്തുക എന്ന ഉദ്ദേശത്തോടെയോ അതുവഴി വഞ്ചന നടത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും, നമ്മൾ നോർമലി എന്താണ്, ഉഡായിപ്പ് കാണിക്കുക, അതാണ് ഇതെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഉഡായിപ്പ് കാണിച്ച ഒരാളെ പറ്റിക്കുക, അതാണ് വ്യാജനെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 2(4) എന്താണ്? വ്യാജനാണ്. അപ്പോൾ സെക്ഷൻ 2(4) പറയുന്നത് എന്താണ്? വ്യാജനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ സെക്ഷൻ 2(4) പറയുന്നത് എന്താണ്? വ്യാജനാണ്. എന്താണ്? വ്യാജനാണ്. സെക്ഷൻ 2(4) എന്താണ്? വ്യാജനാണ്. മനസ്സിലായല്ലോ? നമ്മൾ ഒരു കുറച്ച് സെക്ഷൻസേ പഠിക്കുന്നുള്ളൂ ഒരു വീഡിയോയിൽ. അപ്പോൾ പഠിച്ചു പോയി എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം സെറ്റാക്കിയിട്ട് നമ്മൾ പോകുള്ളൂ. അപ്പോൾ സെക്ഷൻ 2(4) പറയുന്നത് വ്യാജനാണ്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2(8). സെക്ഷൻ 2(8) പറയുന്നത് എന്താണ്? രേഖയാണ്. ഇപ്പോൾ രേഖ എന്ന് പറയുമ്പോൾ എന്താണ് രേഖ? അത് നമുക്ക് നോക്കാം. രേഖ എന്നാൽ അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നത് വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും രേഖ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. കൂടാതെ ആ കാര്യത്തിൻ്റെ തെളിവായി ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതോ ഉപയോഗിക്കുവാൻ കഴിയുന്നതോ ആയ
ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും എന്തിൽ ഉൾപ്പെടുന്നു? രേഖ എന്ന് പറയുന്ന അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എന്താണ്? രേഖ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടും. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ സെക്ഷൻ 2(8) പറയുന്നത് രേഖയെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് രേഖ? രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങൾ, അക്കങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഒന്നിലധികം മാർഗങ്ങളിലൂടെയോ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നത്, വിവരിക്കുന്നതോ, അപ്പോൾ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നത്, വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും എന്തെന്ന് പറയാം? അത് രേഖ എന്നതുകൊണ്ട് അർത്ഥമാക്കാം. നമ്മൾ നോർമലി രേഖ അതാണ് സംഭവം, മനസ്സിലായല്ലോ. ഡോക്യുമെൻ്റ് എന്ന് പറയും, മനസ്സിലായി. അപ്പോൾ കൂടാതെ ആ കാര്യത്തിന് തെളിവായി ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും അതൊക്കെയാണ് ഇതിൽ പെടുന്നത്. രേഖ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ അറിയാമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 2(8) പറയുന്നത് എന്താണ്? രേഖയാണ്. മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പുതിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നോർമലി നമ്മുടെ IPC വന്ന സമയത്തും മെയിൻലി അവർ ചോദിച്ചെന്താണ്? ശിക്ഷകളും അതേപോലെ തന്നെ ഈ നമ്മുടെ സെക്ഷൻസും അതേപോലെ തന്നെ ആ സെക്ഷനിൽ ഇപ്പം നമ്മുടെ 2(8) എന്തിനെക്കുറിച്ച് പറയുന്നു? രേഖയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് മാക്സിമം പോയിൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്ഷൻ 2(8) പറയുന്നത് എന്താണ്? രേഖയാണ്. അപ്പോൾ എന്താണ്? രേഖയാണ്. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2(13). സെക്ഷൻ 2(13) പറയുന്നത് എന്താണ്? അഭയം നൽകലാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാർബർ എന്ന് പറയും. ഹാർബർ എന്ന് പറയുമ്പോൾ ചാടിക്കയറി നമ്മളെ തുറമുഖം അങ്ങനെയുള്ള ആ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ പോകും, സ്വാഭാവികം. അപ്പോൾ സെക്ഷൻ 2(13) പറയുന്നത് എന്താണ്? അഭയം നൽകൽ. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു BNSC പറയുന്നത് ഹാർബർ എന്നാണ്. അപ്പോൾ സെക്ഷൻ 2(13) പറയുന്നത് എന്താണ്? അഭയം നൽകലാണ് അല്ലെങ്കിൽ ഹാർബർ. ഈ ഒരു വാക്ക് ആലോചിച്ച് ചെയ്യുക. ഹാർബർ എന്താണ്? ഹാർബർ. അപ്പോൾ സെക്ഷൻ 2(13) പറയുന്നത് അഭയം നൽകൽ അല്ലെങ്കിൽ ഹാർബറാണ്. അപ്പോൾ എന്താണ് അഭയം നൽകൽ? അഭയം നൽകൽ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് അഭയം, ഭക്ഷണം, പാനീയം, പണം, വസ്ത്രം, ആയുധങ്ങൾ, വെടിമരുന്ന് അല്ലെങ്കിൽ വാഹനമാർഗങ്ങൾ എന്നിവ നൽകുന്നതോ ഇതിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് അല്ലാത്തതോ ആയ ഏതെങ്കിലും മാർഗത്തിലൂടെ ഒരു വ്യക്തിയെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നു. നോർമലി അഭയം നൽകുക എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇപ്പോൾ എന്താണ്? അയാൾക്ക് ഭക്ഷണം കൊടുക്കുക, അയാൾ ചോദിക്കുമ്പോൾ അയാൾക്ക് പാനീയം കൊടുക്കുക, അയാൾക്ക് പണം കൊടുക്കുക, അയാൾക്ക് വസ്ത്രം കൊടുക്കുക, ആയുധങ്ങൾ കൊടുക്കുക, വെടിക്കോപ്പ്, ഇതൊക്കെയാണ് അഭയം നൽകലെന്ന് പറയുന്നത്. ഇത് നോർമലി നല്ല കാര്യത്തിലാണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ എന്താണ്? അത് തെറ്റാണ് എന്നാണ് നോർമലി. മനസ്സിലായല്ലോ, അത്രേ പറയുന്നുള്ളൂ. പോസിറ്റീവ് സൈഡാണെങ്കിൽ ഓക്കെ, പോസിറ്റീവ് ഓക്കെയാണ്. നെഗറ്റീവ് ആണെങ്കിൽ അത് നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 2(13) പറയുന്നത് അഭയം നൽകലാണ്. അപ്പോൾ സെക്ഷൻ 2(13) പറയുന്നത് എന്താണ്? അഭയം നൽകലാണ്. സെക്ഷൻ 2(13) എന്താണ്? അഭയം നൽകലാണ്. സെക്ഷൻ 2(13) അഭയം നൽകൽ. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2(14). നമ്മൾ IPC എന്ന് പറയുമ്പോൾ 1 ചാടി ഇപ്പോൾ 2 ചാടി നേരെ 8 പോകുമായിരുന്നു, 8 ചാടി 13 പോകുമായിരുന്നു, അതിൽ നിന്ന് 64 അങ്ങനെ പോകുന്നു. ഇപ്പോൾ നമ്മുടെ BNS വന്നപ്പോൾ നമുക്കൊരു ഉപയോഗമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ഏകദേശം എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയിൽ കണ്ടിന്യൂഷൻ ഉണ്ട്. സെക്ഷൻ 2(13) കഴിഞ്ഞ് 2(14) വരുന്നുണ്ട്. അതേപോലെ തന്നെ 15 വരുന്നില്ല എങ്കിലും നമുക്കൊരു ഏകദേശ കണ്ടിന്യൂഷൻ ഉണ്ട്. എന്താണ് തുടക്കമെന്നും എവിടെയാണ് പോകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. IPC പോലെ അല്ല, മനസ്സിലായല്ലോ. അതുപോലെ അപ്പോൾ സെക്ഷൻ 2(14) പറയുന്നത് എന്താണ്? പരിക്കാണ്. അപ്പോൾ ഇഞ്ചറി, നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇഞ്ചുറി അല്ലെങ്കിൽ മലയാളത്തിൽ അതിന് പരിക്ക്. അപ്പോൾ സെക്ഷൻ 2(14) പറയുന്നത് എന്താണ്? ഇഞ്ചുറി അല്ലെങ്കിൽ പരിക്കാണ്. അപ്പോൾ സെക്ഷൻ 2(14) പറയുന്നത് എന്താണ്? പരിക്കിനെ കുറിച്ചാണ് സെക്ഷൻ 2(14) പറയുന്നത്. അപ്പോൾ പരിക്കെന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും വ്യക്തിക്ക് ശരീരത്തിലോ മനസ്സിലോ പ്രശസ്തിയിലോ സ്വത്തിലോ നിയമവിരുദ്ധമായി വരുത്തി വയ്ക്കുന്ന ഏതൊരു ദോഷവും അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പരിക്ക് എന്നതുകൊണ്ട് അർത്ഥമാകുക. ചാടിക്കയറി പരിക്കെന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിഡൻ്റായി പരിക്കാവുന്ന പരിപാടിയല്ല. ഇപ്പോൾ ഒരു നോർമൽ ഒരു വ്യക്തിക്കാണെങ്കിൽ അയാളുടെ ശരീരത്തിലോ മനസ്സിലോ പ്രശസ്തിയിലോ അയാളുടെ സ്വത്തിലോ നിയമവിരുദ്ധമായിട്ട് വരുത്തി വയ്ക്കുന്ന ഏതൊരു ദോഷവും എന്താണ്? അതിനെയാണ് പരിക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇതിനെയാണ് പരിക്ക് എന്നുകൊണ്ട് BNSൽ അർത്ഥമാക്കുന്നത്. നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സെക്ഷൻ 2(14) എന്താണ്? പരിക്കാണ്. അപ്പോൾ സെക്ഷൻ 2(14) പറയുന്നത് എന്താണ്? പരിക്കിനെ കുറിച്ചാണ് സെക്ഷൻ 2(14) പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2(14) പറയുന്നത് എന്താണ്? പരിക്ക്. എന്താണ്? പരിക്ക്.
അടുത്തൊരു സെക്ഷനും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത സെക്ഷനാണ് സെക്ഷൻ 2 ക്ലോസ് 28. സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്നത് എന്താണ്? പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ഈ 2 ക്ലോസ് 28 പറയുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 2 ക്ലോസ് 3 പറഞ്ഞ എന്താണ്? സെക്ഷൻ 2 ക്ലോസ് 3 എന്താണ്? കുട്ടിയാണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 3 പറഞ്ഞത് കുട്ടിയാണ്. സെക്ഷൻ 2 ക്ലോസ് 4 എന്താണ്? 2 ക്ലോസ് 4 വ്യാജൻ എന്താണ്? വ്യാജനാണ്. കൗണ്ടർ ഫെയ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 3 കുട്ടി, 2 ക്ലോസ് 4 വ്യാജൻ. അത് കഴിഞ്ഞ് പറഞ്ഞത് 2 ക്ലോസ് 8 ആണ്. എന്താണ് 2 ക്ലോസ് 8? രേഖയാണ്. എന്താണ്? രേഖയാണ്. സെക്ഷൻ 2 ക്ലോസ് 8 എന്താണ്? രേഖ. അത് കഴിഞ്ഞ് പറഞ്ഞത് 2 ക്ലോസ് 13 ആണ്. 2 ക്ലോസ് 13 എന്താണ്? അത് അഭയം നൽകലാണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 13 പറയുന്നത് എന്താണ്? അഭയം നൽകലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? 2 ക്ലോസ് 14. 2 ക്ലോസ് 14 പറഞ്ഞത് എന്താണ്? അത് പരിക്കാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 2 ക്ലോസ് 28 ആണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 28 എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ പബ്ലിക് സർവൻറ്റ്. ഈ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടിക്കാർ അതേപോലെയുള്ള ആളുകൾ എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വായിക്കുമ്പോൾ അതെല്ലാം മാറിക്കിട്ടും. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 28 എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുപ്രവർത്തകനാണ്. എന്താണ്? പൊതുപ്രവർത്തകനാണ്. അപ്പോൾ ഇത് നമുക്ക് വലുതായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ വായിക്കാനുണ്ട്. ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി, സിമ്പിളാണ്. അപ്പോൾ പൊതുപ്രവർത്തകൻ എന്നാൽ ഇനി പറയുന്ന ഏതെങ്കിലും വിവരണങ്ങളിൽ പെടുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. എന്താണ്? കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ഉള്ള എല്ലാ കമ്മീഷൻഡ് ഓഫീസർമാരും. ഇപ്പോൾ തന്നെ എന്താണ് പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് മാറിക്കാണും. മനസ്സിലായല്ലോ? കരസേനയിലുള്ള നാവികസേനയിലുള്ള വ്യോമസേനയിലുള്ള എല്ലാ കമ്മീഷണർ ഓഫീസർമാരും ആരാണ്? പൊതുപ്രവർത്തകനാണ്. സ്വയം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സംഘടനയിലെ അംഗമെന്ന നിലയിൽ ഏതെങ്കിലും വിധി നിർണയ പ്രവർത്തനങ്ങൾ ഡിസ്ചാർജ് ചെയ്യാൻ നിയമപ്രകാരം അധികാരമുള്ള ഏതൊരു വ്യക്തിയും ഉൾപ്പെട്ട ഓരോ ജഡ്ജിയും ആരാണ്? ഇവരും പൊതുപ്രവർത്തകനാണ്. ലിക്വിഡേറ്റർ, റിസീവർ അല്ലെങ്കിൽ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും നിയമപരമോ വസ്തുതാപരമോ ആയ ഏതെങ്കിലും കാര്യം അന്വേഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക, ഏതെങ്കിലും രേഖ ഉണ്ടാക്കുക, അത് ആധികാരികമാക്കി സൂക്ഷിക്കുക, ഏതെങ്കിലും സ്വത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുകയോ വിനിയോഗിക്കുകയോ ചെയ്യുക, ഏതെങ്കിലും ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ നടപ്പിലാക്കുക, ഏതെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുക, അത് വ്യാഖ്യാനിക്കുക അല്ലെങ്കിൽ കോടതിയിൽ ക്രമം പാലിക്കുക എന്നീ ചുമതലയുള്ള ഓരോ ഉദ്യോഗസ്ഥനും, ഈ പോയിന്റ് നോക്കുക, എന്നീ ചുമതലയുള്ള ഓരോ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ചുമതലകൾ നിർവഹിക്കുവാൻ പ്രത്യേകം അധികാരപ്പെടുത്തിയ ഓരോ വ്യക്തിയും. ഇത്രയും ചുമതലകൾ പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയും. അടുത്ത് പറയുന്നത് ഒരു കോടതിയെയോ പൊതുപ്രവർത്തകനെയോ സഹായിക്കുന്ന ഒരു പഞ്ചായത്തിലെ അസസർ അല്ലെങ്കിൽ അംഗം. അയാളും എന്താണ്? ഒരു പൊതുപ്രവർത്തകനാണ്. ഏതെങ്കിലും കോടതിയോ മറ്റേതെങ്കിലും യോഗ്യതയുള്ള പൊതു അധികാരിയോ തീരുമാനത്തിന് റിപ്പോർട്ടിന് വേണ്ടി ഏതെങ്കിലും കാരണമോ കാര്യമോ റഫർ ചെയ്തിട്ടുള്ള ഓരോ മധ്യസ്ഥനോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിയോ, ഏതെങ്കിലും വ്യക്തിയെ തടവിൽ വയ്ക്കുവാൻ അധികാരപ്പെടുത്തിയ ഏതെങ്കിലും പദവി വഹിക്കുന്ന ഓരോ വ്യക്തിയും. മനസ്സിലായല്ലോ? കുറ്റകൃത്യങ്ങൾ തടയുക, കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ നൽകുക, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ പൊതുജനാരോഗ്യവും സുരക്ഷ അല്ലെങ്കിൽ സൗകര്യങ്ങൾ സംരക്ഷിക്കുക എന്നീ ചുമതലകളുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ. അവരും എന്താണ്? പൊതുപ്രവർത്തകരാണ്. അടുത്ത് പറയുന്നത് സർക്കാരിനു വേണ്ടി ഏതെങ്കിലും സ്വത്ത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, സൂക്ഷിക്കുക അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി ഏതെങ്കിലും സർവേ വിലയിരുത്തുവൽ അല്ലെങ്കിൽ കരാർ നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും റവന്യൂ പ്രക്രിയ നടപ്പിലാക്കുക, സർക്കാരിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സാമ്പത്തിക താൽപ്പര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖ ഉണ്ടാക്കുക, അത് ആധികാരികമാക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക,
അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള ഓരോ ഉദ്യോഗസ്ഥനും എന്താണ് അവരും ഇത് നമ്മൾ കുറച്ച് റിപ്പീറ്റായി, അതുകൊണ്ടാണ് അവരും നമ്മുടെ പൊതുപ്രവർത്തകനാണ്. മനസ്സിലായല്ലോ. അടുത്ത് പറയുന്നത് ഏതെങ്കിലും ഗ്രാമത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ ജില്ലയുടെയോ ഏതെങ്കിലും മതേതര പൊതു ആവശ്യത്തിനായി ഏതെങ്കിലും സ്വത്ത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, സൂക്ഷിക്കുക അല്ലെങ്കിൽ ചെലവഴിക്കുക, ഏതെങ്കിലും സർവേ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കോ നികുതിയോ ചുമത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തിലെയോ പട്ടണത്തിലെയോ ജില്ലയിലെയോ ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനായി ഏതെങ്കിലും രേഖ ഉണ്ടാക്കുക, പ്രാമാണീകരിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാരാണ്? അയാളും പൊതുപ്രവർത്തകരാണ്. ഒരു ഇലക്ട്രൽ റോൾ തയ്യാറാക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമോ നടത്തുവാൻ അധികാരമുള്ള ഏതെങ്കിലും ഓഫീസ് വഹിക്കുന്ന ഓരോ വ്യക്തിയും അവരാരാണ്? അവരും പൊതുപ്രവർത്തകരാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വായിച്ചു പോകുന്നേ ഉള്ളൂ. സംശയമുള്ള വായിച്ചു നോക്കിയാൽ മതി. എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. എന്താണ് നോർമൽ പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്. അടുത്ത പറയുന്നത് ഏതൊരു വ്യക്തിയുമാണ് സർക്കാരിൻ്റെ സേവനത്തിലോ ശമ്പളത്തിലോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും പൊതുകർത്തവ്യം നിർവഹിക്കുന്നതിന് ഫീസ് അല്ലെങ്കിൽ കമ്മീഷൻ വഴി പ്രതിഫലം ലഭിക്കുന്നതുമായ ഏതൊരു വ്യക്തിയും, ഏതൊരു വ്യക്തി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അവരും പൊതുപ്രവർത്തകരാണ്. അടുത്ത് നമ്മൾ ലാസ്റ്റ് പറയുന്നത് 1897 ജനറൽ ക്ലോസ് ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 31 നിർവചിച്ചിരിക്കുന്നത് പോലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സേവനത്തിലോ ശമ്പളത്തിലോ 2013 കമ്പനി ആക്ടിലെ സെക്ഷൻ 2 ക്ലോസ് 45 നിർവചിച്ചിരിക്കുന്നത് പോലെ ഒരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന നിയമപ്രകാരം സ്ഥാപിതമായ ഒരു സർക്കാർ കമ്പനിയോ ഇതിനെ പൊതുപ്രവർത്തകരുടെ ആ ഒരു ഗണത്തിൽ പെടുത്താം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ജസ്റ്റ് വായിച്ചേ ഉള്ളൂ. ഇതിന് ഇത്രയും നിങ്ങൾ വായിച്ച് വയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വായിച്ച് വെച്ചേക്കുക. കാരണം ഇതെല്ലാം സിമ്പിൾ വാക്കുകളാണ്, കുറച്ച് കടുപ്പിച്ച് തന്നേക്കുന്നേ ഉള്ളൂ. ഇവരെല്ലാം പൊതുപ്രവർത്തകരാണെന്നാണ് ഇതിൽ പറയുന്നത്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. ചോദ്യവും ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മെയിൻലി നോക്കി വെക്കേണ്ടത് ഞാൻ പറയുന്നത് ഇത്രയേ പറയുന്നുള്ളൂ. സെക്ഷൻ 2 ക്ലോസ് 28 ആരാണ്? അത് പൊതുപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കുറച്ച് പേരുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്ന ആരാണ്? പൊതുപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്നത് പൊതുപ്രവർത്തകനാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്ലാസ്സിൻ്റെ സജഷൻ നിങ്ങൾ എനിക്കൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാമെന്ന് മാക്സിമം ഒന്ന് അറിയിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ അത്രയും സെക്ഷൻസ് നമുക്കൊന്ന് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സെക്ഷൻ 2 ക്ലോസ് 3 ആണ്. എന്ത് പറയുന്നു? കുട്ടി എന്നാണ് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് 3 എന്താണ്? കുട്ടിയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ 2 ക്ലോസ് 4 ആണ്. 2 ക്ലോസ് 4 എന്താണ്? വ്യാജനാണ്. നമ്മളെ സെൻറ്റർ ഫ്രഷും സെൻറ്റർ ഫ്രോട്ടും. മനസ്സിലായല്ലോ. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 3 കുട്ടി, 2 ക്ലോസ് 4 വ്യാജൻ. സെക്ഷൻ 2 ക്ലോസ് 8 എന്താണ്? രേഖയാണ്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 8 പറയുന്നത് രേഖയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സെക്ഷൻ 2 ക്ലോസ് 13 ആണ്. സെക്ഷൻ 2 ക്ലോസ് 13 പറയുന്നത് ഹാർബർ അല്ലെങ്കിൽ അഭയം നൽകലാണ്. സെക്ഷൻ 2 ക്ലോസ് 13 അഭയം നൽകലാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് നമ്മൾ സെക്ഷൻ 2 ക്ലോസ് 14 ആണ്. സെക്ഷൻ 2 ക്ലോസ് 14 പറയുന്നത് പരിക്കാണ്. പരിക്ക് എന്തൊക്കെയാണ് പരിക്കെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 14 പറയുന്നത് പരിക്കാണ്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സെക്ഷൻ 2 ക്ലോസ് 28. 2 ക്ലോസ് 28 എന്താണ് പറയുന്നത്? പൊതുപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്നത് പൊതുപ്രവർത്തകനെ കുറിച്ചാണ് സെക്ഷൻ 2 ക്ലോസ് 28 പറയുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ സജഷൻസ് ഒന്ന് എനിക്ക് താഴെ ഒന്ന് അറിയിക്കണമെങ്കിൽ മാത്രമേ എനിക്ക് ഇത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. ഓക്കെ.